എന്താ അറിയില്ല സംഭവം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഫുള്ള് വലിഞ്ഞുപോയി. ഇപ്പോൾ ചെങ്ങായിമാരൊക്കെ പറയാം സുനാമി അതാ, നമുക്കറിയില്ല ഇത് എന്താന്നുള്ളത്. ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഉണ്ടാവലുണ്ട്. ഇന്ന് കുറച്ച് അധികം വലുപ്പത്തിൽ പറഞ്ഞാൽ ആൾമോസ്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളിൽ കടൽ കയറി നമുക്ക് കാണാൻ സാധിച്ചു. കടൽ സമ്പൂർണ്ണ നിശ്ചലമായി, ചെളി മാത്രം. ആൾക്കാർക്ക് പേടി വന്നു, പരിഭ്രാന്തി വന്നു, കുറച്ച് ആൾക്കാർ പെട്ടെന്ന് പോയി. കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു എന്ന വാർത്ത വരുന്നു. സൗത്ത് ബീച്ചിലാണ് ഈ പ്രതിഭാസം അനുഭവപ്പെട്ടത്. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇംതിയാസ്, എന്താണ് ഈ പ്രതിഭാസം ഇങ്ങനെ ഇപ്പോൾ? അനശ്വര, കുറെ സമയമായിട്ട് കോഴിക്കോട് സൗത്ത് ബീച്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കടൽ കുറെ കൂടെ ഉൾവലിഞ്ഞ രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ഇവിടെ വരെ വെള്ളമുണ്ടായിരുന്നു, അതിന്റെ പാടുകളാണ് ഈ കാണുന്നത്. ചെളി നിറഞ്ഞ ഈ ഭാഗം, ഇവിടെ വരെ കടൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറെ പിന്നിലോട്ട് പോയി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്തൊന്നും അങ്ങനെ കടൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെളിയാണ്. ആ ചെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് കുറെ ദൂരത്തേക്ക് തന്നെ കടൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. നേരത്തെ കാപ്പാട് ബീച്ചിലൊക്കെ സമാന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണമെന്നറിയില്ല. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്ന സമയത്ത് കടൽ ഉൾവലിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് പ്രത്യേകിച്ച് കാരണമെന്നറിയില്ല. നേരത്തെ കാപ്പാടൊക്കെ സമാന സ്ഥിതി ഉണ്ടായിട്ടുമുണ്ട്. നിങ്ങൾ കുറെ സമയമായിട്ട് കുറച്ച് സമയത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ അറിയില്ല സംഭവം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഫുള്ള് വലിഞ്ഞുപോയി. ഇപ്പോൾ ചെങ്ങായിമാരൊക്കെ പറയാം സുനാമി അതാ, നമുക്കറിയില്ല ഇത് എന്താന്നുള്ളത്. പഠിച്ചോനെ സുനാമി മറ്റേ ഞാൻ പറഞ്ഞ മാന്ത എടുക്കുന്ന ചളി എടുക്കൂലേ, അതാണ് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന വെച്ചാല് കണ്ടിട്ടുണ്ടോ? നേരത്തെ ഇവിടെ ഇങ്ങനെ ഉൾവലിഞ്ഞൊക്കെ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, കണ്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ കാണും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്താണ് സംഭവിച്ചെന്നുള്ളത് അറിയില്ല. ഇല്ല, കുറെ സമയത്ത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഈ കടൽ നോക്കി നിൽക്കുന്നുണ്ട്. കുറെ സമയത്ത് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് അറിയില്ല. എല്ലാവർക്കും ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ കടൽ ഉൾവലിഞ്ഞത് എന്ന കാര്യത്തിൽ ആർക്കൊരു ധാരണയുമില്ല, അതുണ്ടാവില്ല. കാരണം നമ്മളങ്ങനെ സാധാരണഗതിയിൽ കടൽ ഉൾവലിയാറുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഈ തരത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നേരത്തെ ഒരാൾ വളരെ രസകരമായി പറഞ്ഞു സുനാമിയുടെ കാര്യം. സുനാമി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇത് അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നേരത്തെ കാപ്പാടുമൊക്കെ സമാന രീതിയിൽ തന്നെ ഇങ്ങനെ കടൽ ഉൾവലിയുകയും അതൊക്കെ അന്നും വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കടൽ നേരത്തെ ഉണ്ടാവുന്ന രീതിയിലേക്ക് തന്നെ കാപ്പാടൊക്കെ ആ രീതിയിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുകളിലായിട്ട് ഇങ്ങനെ തന്നെ കടൽ ഉൾവലിഞ്ഞാണ്. തിരയൊന്നുമില്ലാതെ നമുക്ക് തീരെ കടൽ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ടു എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. നമുക്ക് അല്പം കൂടെ പ്രതികരണങ്ങൾ തേടാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഇവിടെ ഉണ്ടോ കുറെ സമയമായിട്ട്? കുറച്ച് സമയമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുറച്ച് വേസ്റ്റുകളൊക്കെ എന്നെ അടിഞ്ഞടിക്കുന്നത് കാണുന്നു. അപ്പോൾ ഞാൻ ഒരു പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ചോദിച്ചു ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോഴാണ് എന്നോട് പറയുന്നത് ഇത് വേലിയേറ്റോ എന്നുള്ളത്. നമ്മൾ സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ പുറകെ വലിഞ്ഞ് കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ 5 കൊല്ലമായി ഈ തീരപ്രദേശത്ത് കാവൽ വിൽക്കുന്നതാണ്. ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഉണ്ടാവലുണ്ട്. ഇന്ന് കുറച്ച് അധികം വലുപ്പത്തിൽ പറഞ്ഞാൽ ആൾമോസ്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളിൽ കടൽ കയറി നമുക്ക് കാണാൻ സാധിച്ചു. കടൽ സമ്പൂർണ്ണ നിശ്ചലമായി, ചെളി മാത്രം. ആൾക്കാർക്ക് പേടി വന്നു, പരിഭ്രാന്തി വന്നു, കുറച്ച് ആൾക്കാർ പെട്ടെന്ന് പോയി. ഇത് മനസ്സിലാക്കിയിട്ട് ചിലവർ ഇത് കാണാനായിട്ട് തിരക്ക് കൂടി വന്നു. അങ്ങനത്തെ ഒരു തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഈ കാണുന്ന ചെളി പേടി സ്വപ്നമായിരുന്ന ചെളി ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ 25% ഈ സമയത്തുണ്ട്. 3 മണിയാകുമ്പോൾ നാളെ രാവിലെ കടൽ ക്ലീൻ ആയിരിക്കും. യെസ്, നേരത്തെ ഉണ്ടായപ്പോൾ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. ഇല്ല, ഈ രീതിയിലത്തെ പ്രവർത്തനം കടലിൻ്റെ ഉണ്ടാവലുണ്ട്. അത് ഇന്ന് എപ്പോഴാണ് ഈ വേലിയേറ്റവും വേലിയിറക്കമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയാണോ നേരത്തെ ഒക്കെ ഉണ്ടായത്? എക്സാക്ട് കാൽക്കുലേറ്റഡ് പറയുകയാണെന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രം അല്ലെങ്കിൽ സമ്പൂർണ്ണ അമാവാസ്യന്റെ 3-4 ദിവസമാണ് ഇങ്ങനത്തെ പ്രതിഭാസം വരാം. ഇറ്റ്സ് ജിയോ ടാഗ്. അങ്ങനെ ഒരു സാധ്യതയുള്ള സമയമൊന്നും അല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. പൂർണ്ണ നിലവ് കഴിഞ്ഞിട്ട് 4-5 ദിവസമാണല്ലോ.
അപ്പോൾ ആ കാൽക്കുലേഷൻ നിൽക്കും. ഇത് മാത്തമാറ്റിക്സ് ആണ്. യെസ്, അങ്ങനെ ഒരു ശാസ്ത്രീയമായ സാധ്യതയുണ്ട്, കടൽ ഉൾവലിയാനുള്ള സാധ്യതയുണ്ട്. അതെ. ഇത് സുനാമിന്റെ തർക്കമൊന്നുമില്ല. 5 വർഷമായിട്ട് ഇത് കാണുന്നതാണ് ഞങ്ങൾ ഇവിടെ. ഇടയ്ക്ക് ഇതിന്റെ വരും. ഇന്ന് ഗംഭീരമായിട്ട് ഉള്ളിൽ കയറിയിരുന്നു. ഗംഭീരം ചില ശരിക്കും 1.5 കിലോമീറ്റർ തന്നെ ഉള്ളിൽ പോയിരുന്നു. അതെ. കടൽ സമ്പൂർണ്ണ നിശ്ചലായിരുന്നു, വായു സഞ്ചാരം ഇല്ലായിരുന്നു. ആ പറഞ്ഞതാണ് കണക്ക്. ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ തന്നെ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ആ ചെറിയ രീതിയിൽ തിരയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത് കടൽ കുറെ കൂടെ മുന്നോട്ട് വരുന്നതാണോ എന്നറിയില്ല. എന്തായാലും ആ രീതിയിൽ വലിയ തിരകളൊന്നും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. കുറെ ഉൾവലിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടൻ 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് ആ രീതിയിൽ തന്നെ, അതായത് വേലിയേറ്റവും വേലിയിറക്കുമൊക്കെ ഋതുക്കളുടെ മാറ്റത്തിനനുസരിച്ചൊക്കെയാണ് അത് ഉണ്ടാവാറുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് അദ്ദേഹം പറയുമ്പോൾ തോന്നുന്നുണ്ട്. അതോടൊപ്പം ഇത് ഇങ്ങനെ കണ്ടതോടുകൂടി ഈ ബീച്ചിലൊക്കെ കുറെ ആളുകൾ രാത്രി കാലങ്ങളിലൊക്കെ 2 മണിക്കും 3 മണിക്കും പുലർച്ചെ സമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനെ കടൽ ഉൾവലിഞ്ഞു എന്നുള്ള ഒരു അപൂർവ പ്രതിഭാസമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. 1.5 കിലോമീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇംതിയാസ് കരീമാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.